വാളയാർ ചാവടിയിൽ ജ്വല്ലറി ഉടമയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. തൃശൂർ പാലയ്ക്കൽ സ്വദേശി ജോയ്സൺ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് സ്വർണം കവർന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവം. അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡിഎംഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മ്ലാവിറച്ചി കഴിച്ചുവെന്നാരോപിച്ച് അറസ്റ്റ്. പേരാമ്പ്ര സ്വദേശികൾ ജയിലിൽ കിടന്നത് 39 ദിവസം. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ശുചിമുറി സൌകര്യമില്ലാതെ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ട്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൌകര്യം ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തം. മഴ കനത്തതോടെ ഗുരുവായൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവർട്ടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട്. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയലക്കുന്ന് വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. വാർത്തകൾ വിശദമായി. വാളയാർ ചാവടിയിൽ തൃശൂർ സ്വദേശിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. പാലയ്ക്കൽ പുല്ലോക്കാരൻ ജോയ്സണും സഹായിയും സഞ്ചരിച്ചിരുന്ന കാറാണ് 4 സംഘം തടഞ്ഞ് കവർച്ച നടത്തിയത്. ചെന്നൈയിൽ നിന്ന് കാർ മാർഗം കൊണ്ടുവന്ന സ്വർണ്ണക്കട്ടിയും 60,000 രൂപയുമാണ് അക്രമികൾ കവർന്നത്. ജ്വല്ലറി ഉടമയായ ജോയ്സൺ സഞ്ചരിച്ചിരുന്ന കാറിനു കുറുകെ ലോറിയിട്ട ശേഷം കാറിനകത്ത് തള്ളിക്കയറി ആക്രമികൾ ഇരുവരെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കാർ അടക്കമാണ് തട്ടിക്കൊണ്ടുപോയത്. ജോയ്സനെയും സഹായിയെയും സംഭവസ്ഥലത്തിന് 3 കിലോമീറ്റർ അകലെ വെച്ച് പുറത്തേക്ക് തള്ളിയിട്ടു. ചാവടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിഎംഒയെ ബന്ധുക്കൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. അനസ്തേഷ്യ കൊടുത്തതിന്റെ അപാകതയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സിനീഷിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചതോടെയും കളക്ടർ അന്വേഷണത്തിന് ഡിഎംഒയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഡിഎംഒ സ്ഥലത്തെത്തിയെങ്കിലും മരണത്തിന് കാരണക്കാരായവരെ സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാടിലായി ബന്ധുക്കൾ. ഇതേ തുടർന്ന് സബ് കളക്ടർ അഖിൽ വി മേനോൻ സ്ഥലത്തെത്തി ചർച്ച നടത്തി. കുറ്റക്കാരെ മാറ്റി നിർത്തി നിയമപരമായ അന്വേഷണം നടത്തുമെന്നും സിനീഷിന്റെ 2 മക്കളുടെ പഠനച്ചിലവ് ഏറ്റെടുക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചതോടെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഫോറൻസിക് എച്ച്ഒഡി ഡോക്ടർ ഉന്മേഷ് പോസ്റ്റ്മോർട്ടം നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് അറിയിച്ചു. വീഡിയോഗ്രാഫർ എത്താൻ വൈകിയതോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാൻ വൈകാൻ കാരണമായി. സിനീഷിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് ചാലക്കുടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിൽ വ്യാജ മയക്കുമരുന്ന് കേസിൽ ശിക്ഷ അനുഭവിച്ച ഷീല സണ്ണിക്ക് സമാനമായി മറ്റൊരു കേസും കൂടി. വീട്ടിൽ നിന്നും മ്ലാവിന്റെ മാംസം പിടികൂടിയെന്നാരോപിച്ച് വനം വകുപ്പെടുത്ത കേസിൽ വഴിത്തിരിവ്. 39 ദിവസം ജയിലിൽ കിടന്ന പേരാമ്പ്ര സ്വദേശികൾ നിരപരാധികളെന്ന് വ്യക്തമാകുന്നു. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് പരിശോധനാഫലം പുറത്തുവന്നു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയുടെ ഫലം 3 ദിവസം മുൻപാണ് പുറത്തുവന്നത്. പശുവിന്റെ മാംസമായിരുന്നു കണ്ടെടുത്തതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. പേരാമ്പ്ര സ്വദേശി ജോബിയുടെ വീട്ടിൽ നിന്നും 2024 സെപ്റ്റംബർ 30-നാണ് ചാലക്കുടി ഡിവൈഎസ്പി മാംസം കണ്ടെടുത്ത് വനപാലകർക്ക് കൈമാറിയത്. തുടർന്ന് 6 പേരെ മുപ്ലിയം ഫോറസ്റ്റ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പരിശോധനാഫലം പുറത്തുവന്നതോടെ കേസിലെ 2ാം പ്രതിയായിരുന്ന ചാലക്കുടി മേച്ചിറ സ്വദേശി കാര്യാടൻ വീട്ടിൽ സുജേഷ് എന്ന കണ്ണൻ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കാർമാരെ ഇത് പശുവിൻ്റെ ഇറച്ചിയാണ്, ബീഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം, തെളിയിച്ചാൽ മതി എന്നും പറഞ്ഞ് ജോബിനെ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നെ മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിച്ച് എന്നെ അടിച്ചേൽപ്പിച്ചു ആ കേസ്. എന്നിട്ട് അവർ തന്നെ എൻ്റെ നിന്ന് കുറേ എഴുതി മേടിച്ചിട്ടുണ്ട്, കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. വീണ്ടും കള്ളക്കേസിൽ കൊടുക്കാനുള്ള പേടിയുണ്ട് എനിക്ക്. എന്നാലും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി നോക്കുന്നത്. രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചും ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. സാമ്പാടിയാണെന്നുള്ള ഇനത്തിൽപ്പെട്ട മ്ലാവിനെയാണ് ഇവർ വേട്ടയാടിയെന്നാണ് ഫോറസ്റ്റിൻ്റെ കേസ്. എന്നാൽ ഷെഡ്യൂൾ 1-ൽ പെടുന്ന വന്യമൃഗമല്ല, ഗോസ്റ്റ് ടോറസ് ഇനത്തിൽപ്പെടുന്ന കന്നുകാലിയാണെന്നുമാണ് ആ പരിശോധന ഫലത്തിലൂടെ കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 35 ദിവസക്കാലം ഇവർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അടുത്ത നടപടി എന്ന രീതിയിൽ
ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കും. ഒരു സൗകര്യം ഒരുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പുലർച്ചെ 5:30 അല്ലെങ്കിൽ 5:45, 6 മണിക്ക് തൊട്ട് ഇവിടെ കുട്ടികൾ പ്രാക്ടീസിന് വന്നു തുടങ്ങും. ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ഒരു വടി എടുക്കുന്നുണ്ട്. ആ വടി ഇട്ടിട്ട് തട്ടി നോക്കണം. കാരണം ഇവിടെ ഇഴജന്തുക്കൾ, പാമ്പ് ഒക്കെ ഉണ്ടാവാറ് പതിവുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വളരെ ശോചനീയമായുള്ള അവസ്ഥയാണ് നമ്മുടെ ഈ അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലുള്ളത്. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പലയിടത്തും പുല്ലുകൾ വളർന്നതോടെ പുലർച്ചെ മുതൽ പരിശീലനത്തിനെത്തുന്ന ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾ ഇഴജന്തുക്കളെ പേടിച്ചു വേണം ഇവിടേക്കെത്താൻ. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുന്നവർക്ക് ശങ്ക തീർക്കണമെങ്കിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയാണ്. പെൺകുട്ടികളടക്കം നിരവധി പേരെത്തുന്ന ഇവിടെ നല്ലൊരു ബാത്റൂം സൗകര്യം ഒരുക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഷിബി പോട്ടൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. മഴ കനത്തതോടെ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മമ്മിയൂർ കാട്ടൂപ്പാടം റോഡിലും കമ്പനിപ്പടി റോഡിലും മല്ലാട് ഓവുങ്ങൽ റോഡിലും വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഇരുചക്രവാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും കടന്നുപോകാനാകാത്ത സ്ഥിതിയായി. വലിയ തോടും കാനകളും നിറഞ്ഞൊഴുകി. വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ഇരുചക്രവാഹനങ്ങൾ കേടായി. മാണിക്യത്തുപടി, പേരകം, പുത്തമ്പള്ളി എന്നീ പ്രദേശങ്ങളിൽ ചെറുമഴ പെയ്യുമ്പോഴേക്കും റോഡുകൾ വെള്ളത്തിലാകും. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും തോടുകളുടെ വീതി കുറഞ്ഞതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും പാവർട്ടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. പാവർട്ടി വിളക്കാട്ടുപാടം നീലങ്കാവിൽ റോബർട്ടിന്റെ വീടിനു മുകളിലെ ഷീറ്റ് പറന്ന് അയൽവാസിയുടെ വീടിനു മുകളിൽ പതിച്ചു. കുരിയാക്കോട്ട് ശാന്തയുടെ വീടിനു മുകളിൽ സമീപത്തെ പ്ലാവ് കടപുഴകി വീണു. ആനയിടത്ത് മോഹനന്റെ വീടിനു മുകളിൽ പാഴ്മരം വീണു. നെയ്യൻ വിൻസെന്റിന്റെ വീട്ടിലെ മരങ്ങളും പാടൂർ ജമാലിയ മസ്ജിദിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പാഴ്മരം വീണു. കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് 20ഓളം കുടുംബങ്ങൾ. മഴ കനത്താൽ മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചു. പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഈ ഭാഗത്ത് 3 വർഷം മുൻപ് റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വലിയ പാറയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. പാറയ്ക്കിടയിൽ വളർന്ന വലിയ മരം മൂലം ഏതു നിമിഷവും പാറ പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ ഭാഗത്ത് മണ്ണിടിയുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. റോഡിന്റെ താഴ്ഭാഗത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3 സെന്റ് ഗ്രാമത്തിൽ 20ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞപ്പോൾ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ഭാഗത്ത് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. എന്നാൽ വർഷമൊന്നു കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. പാറ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. മാള അഷ്ടമിച്ചിറയിൽ പുളിയലക്കുന്നിൽ ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. കൂട് പൊളിച്ച് അകത്തു കടന്ന ജീവി ആടുകളിൽ ഒരെണ്ണത്തിനെ ഭാഗികമായി ഭക്ഷിച്ചു. വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് ആക്രമിച്ചത്. ഇവർക്ക് 3 കൂടുകളിലായി 12 ആടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു കൂട്ടിലെ ആടുകളെയാണ് കൊലപ്പെടുത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അമ്പഴക്കാട് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ച സമാനതകൾ പുളിയലക്കുന്നിലെ സംഭവത്തിലും കാണുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ സൂചിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസികളുടെ സാമുദായിക ശാക്തീകരണത്തിന്റെ ഭാഗമായി ഇടവക തലത്തിൽ ജാഗ്രതാ സദസ്സുകൾ രൂപീകരിക്കുന്നു. ജൂൺ, ജൂലൈ മാസങ്ങളിൽ തന്നെ ജാഗ്രതാ സദസ്സുകൾ രൂപീകരിക്കാനാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത ഇടവകാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് സർക്കുലർ പള്ളികളിൽ ഞായറാഴ്ച വായിക്കും.
അതേസമയം കത്തോലിക്ക സമുദായം കാലങ്ങളായി അനുഭവിച്ചു വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അവഗണനയിലും നിസ്സംഗതയിലും തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സമുദായ അംഗങ്ങളിലുള്ള കടുത്ത അസംതൃപ്തിയും വേദനയും അധികാരികളെ അറിയിക്കാനും ശക്തമായ പ്രചാരണ പ്രതികരണ പരിപാടികൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു. സ്വാമി വിവേകാനന്ദൻ പിന്തള്ളപ്പെട്ടു പോവുകയും ശങ്കരാചാര്യർ മേൽക്കൈ നേടുകയും ചെയ്തതാണ് ഇന്ത്യൻ ചിന്തയെ തകിടം മറിച്ച് ബുദ്ധമതത്തെ ഇവിടെ നിന്ന് നാടുകടത്തിയതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കോസ്റ്റ്ഫോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന EMS സ്മൃതിയുടെ സമാപന സെഷനിൽ ഇടതുപക്ഷവും മതനിരപേക്ഷ കേരളവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ശങ്കരാചാര്യർ നേടിയ മേൽക്കൈയാണ് ബ്രാഹ്മണ്യത്തിന്റെ ആശയങ്ങൾക്ക് മുൻതൂക്കമുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു ഭാഗത്ത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണയിലും മറുഭാഗത്ത് മതത്തോടുള്ള വൈരുദ്ധ്യാത്മക വീക്ഷണത്തിലും അടിസ്ഥാനപരമായ അടിയുറപ്പുണ്ടാക്കി കേരളീയ സാമൂഹിക ജീവിതത്തെ മതനിരപേക്ഷതയുടെ ഓജസ്സുറ്റ മണ്ഡലമാക്കി മാറ്റാനുള്ള വിപുലമായ ശ്രമങ്ങളാണ് ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടം ഓർമ്മിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. അത്യന്തം അപകടകരമായ ലോക സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ഇടത് ചിന്തകൻ പ്രഭാത് പട്നായിക്. ജനാധിപത്യം ശക്തിപ്പെടുത്തി മാത്രമേ മുതലാളിത്ത ശക്തികളെ നേരിടാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ EMS സ്മൃതിയോടനുബന്ധിച്ചുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ ഡോക്ടർ S. അഭിലാഷ് പ്രബന്ധം അവതരിപ്പിച്ചു. ചെറുതുരുത്തി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. പാഞ്ഞാൾ സ്വദേശി സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. പുക ഉയരുന്നത് കണ്ട് ബൈക്ക് നിർത്തി ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടുത്തം. അടുക്കളയിൽ വെച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. താഴത്തെ നിലയിലെ ബർഗർ ഷോപ്പിലാണ് അഗ്നിബാധയുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് മാളിലെ മുഴുവൻ ജീവനക്കാരെയും സുരക്ഷാ നടപടികളുടെ ഭാഗമായി പുറത്തിറക്കിയിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് BJP തൃശൂർ ജില്ലാ സിറ്റി ന്യൂനപക്ഷ മോർച്ച തൃശൂർ കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. BJP തൃശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എബിൻ ഫ്രാൻസിസ്, ബിജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പാലക്കാട് ദേശീയപാത കല്ലിടുക്ക് മുതൽ ചുവന്ന മണ്ണ് വരെ വൻ ഗതാഗതക്കുരുക്ക്. മുടിക്കോട്, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡുകളുടെ വീതി കുറവുമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തി ഗതാഗത സൗകര്യം ഒരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. അടിയന്തര ആവശ്യത്തിന് പോകുന്ന ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന അവസ്ഥയാണ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായി വാട്ടർ എവിഷൻ തൃശൂർ പദ്ധതി തിങ്കളാഴ്ച രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.59 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചതെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. പീച്ചി ഡാമിൽ നിന്ന് വെള്ളമെടുത്ത് ട്രീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തിലുള്ള ഓവർഹെഡ് ടാങ്കിലെത്തിച്ച ഉപഭോക്താക്കൾക്ക് വെള്ളമെത്തിക്കുന്ന പദ്ധതി പൂർണ്ണമായും ഓൺലൈനാക്കിയാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വെള്ളത്തിന്റെ വരവിൽ അളവ് കുറഞ്ഞാലും ലെയിനിൽ ലീക്കുണ്ടായാൽ ഉടനടി പരിഹാരം കാണാനാകും. സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി ആദ്യമായാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് മേയർ വ്യക്തമാക്കി. 2015 അധികാരത്തിൽ വന്നു. നല്ല
കുടിവെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുത്തു. അന്ന് മുതൽ തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം നമുക്ക് മൊത്തമായിട്ട് 18,500 കൺസ്യൂമറാണ് നമുക്കുള്ളത്. വെള്ളം എവിടെയെങ്കിലും പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളം ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോവുകയോ അതുപോലെ തന്നെ ഈ നമുക്ക് വെള്ളം ഏതെങ്കിലും കാരണവശാൽ മറ്റു വഴികളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക രക്തദാന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനി ഹാളിൽ നടന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആദരണങ്ങൾ, സന്നദ്ധ രക്തദാന ക്യാമ്പ്, വിവിധ പ്രദർശനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടന്നു. ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രക്തദാന ദിനാചരണം നടത്തി. രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാനം കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് ACP Y നിസാമുദ്ദീൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സന്നദ്ധ രക്തദാതാക്കളെ ആദരിച്ചു. ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ P ഗോപികുമാർ, ഡോക്ടർ ബേബി തോമസ്, ഡോക്ടർ SM ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഏനാമാക്കൽ നെഹ്റു പാർക്കിന് മുന്നിൽ റോഡിലെ ചെടി അപകടങ്ങൾക്ക് കാരണമാകുന്നു. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിലെ റിംഗ് ബണ്ട് പൊളിച്ച ശേഷമുള്ള മണ്ണ് കൊണ്ടുപോകുന്നതിനിടെ വീണതാണ് റോഡിൽ ചെളി രൂക്ഷമാകാൻ കാരണം. ഇതിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം കരുവന്തല സ്വദേശി ശ്യാംജിത്തിന് പാർക്കിന് മുന്നിൽ തെന്നി വീണ് പരിക്കേറ്റിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി പേർക്കാണ് ഇവിടെ വീണ് പരിക്കേറ്റത്. ചെളി നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നിലപാടുണ്ടായില്ലെന്ന് നെഹ്റു പാർക്കിന്റെ കെയർടേക്കർ രഞ്ജിനി അനിലൻ പറഞ്ഞു. ബണ്ടിനോട് ചേർന്നിട്ടുള്ള വളയംകെട്ടുണ്ടായിരുന്നു ഇവിടെ. ആ വളയംകെട്ട് പൊട്ടിച്ചതിൻ്റെ മണ്ണ് അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർക്കിനോട് സമീപത്തുള്ള ആലിൻ്റെ ചോട്ടിൽ ഡംപ് ചെയ്യുകയാണ്. കുറച്ച് ദിവസമായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, റോഡിൽ ഇങ്ങനെ ചെളി കൂടുന്നുണ്ട്, എന്തെങ്കിലും വൃത്തി ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പാർക്കിലേക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റില്ല. വരുന്ന 2 വീലറുകളൊക്കെ വഴുക്കി വീണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ, അതായത് നമ്മൾ ഇറിഗേഷനോട് പറയുമ്പോൾ ഇറിഗേഷൻ്റെ റോഡാന്ന് പറയും, പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ റോഡല്ല എന്ന് പറയും, പിന്നെ ടൂറിസത്തിൻ്റെ അല്ല റോഡ്. അപ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ച് നിന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടാവസ്ഥയിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ട അധികൃതർ ആരാണെങ്കിലും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എന്തെങ്കിലും ഈ അപകടം മാറ്റാനുള്ള സംവിധാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പാർക്കിന് മുന്നിൽ ചെളിയായതിനാൽ വരുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നതായും വരുന്നവർ മടങ്ങിപ്പോവുകയാണെന്നും പറയുന്നു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തുടരുന്ന പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും നാടിന്റെ കൈത്താങ്ങ്. എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ലോട്ടറി തട്ട് നൽകി ഉപജീവനത്തിന് വഴിയൊരുക്കിയത്.
കടങ്ങോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്ക രോഗത്തിന് ചികിത്സയിലാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തിയും ആഴ്ചയിൽ 2 തവണ രക്തം മാറ്റിയുമാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിന് ആഴ്ചയിൽ 6400 രൂപ ചിലവ് വരുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കാൻ 24 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബമായതിനാൽ മരുന്ന് വാങ്ങുന്നതിനും വീട്ടുചിലവിനും വലിയ പ്രയാസം നേരിടുകയാണ്. എൻ്റെ കിഡ്നി ഫെയിലിയറായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാടിനും നാട്ടുകാർക്കും വന്ന കൂട്ടായി വന്ന് ശ്രീകാന്തേട്ടനും ജോസേട്ടനും വന്നിട്ടാണ് അവർ ഈ സംരംഭം വന്നപ്പോൾ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ഇതൊന്നും ഒരു ലോട്ടറി എടുത്ത് എന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും എന്ന കൂട്ടായ്മ ഉപജീവനത്തിനായി ലോട്ടറി തട്ട് നൽകിയത്. കൂട്ടായ്മ കോർഡിനേറ്റർ ജോയ്സൺ പുലിക്കോട്ടിൽ ലോട്ടറി തട്ട് സുനിലിനെ കൈമാറി. ആളുടെ അവസ്ഥ ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം മുമ്പ് ഡയാലിസിസ് ആണ്. പിന്നെ അത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ആഴ്ചയിൽ 1000 രൂപ വെച്ചിട്ട് 2 പ്രാവശ്യം ആഴ്ചയിൽ ബ്ലഡ് ശുദ്ധീകരിക്കും, അതും വേണം. അങ്ങനെ അത്രയും വിഷമമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾക്കൊരു ലോട്ടറിയുടെ തട്ടിടാന്നുള്ളൊരു പരിപാടി ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ടുമുറിയിൽ ഇത് ഇട്ടിട്ടുള്ളത് ആളെ. അപ്പോൾ എല്ലാവരും ആളെന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആൾക്ക് കിഡ്നി മാറ്റിക്കാൻ ആളുണ്ട്, അതൊക്കെ ഉണ്ട്. അതിലിപ്പോൾ എല്ലാവരും കൂടി പിരിച്ചിട്ടൊക്കെ ഒരു 11 ലക്ഷം ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഒന്നും കൂടി വിചാരിച്ചാൽ ആളെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സുനിലിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സുനിലിന്റെയും ഭാര്യ രജിതയുടെയും പേരിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറുകളിലോ സഹായം അയക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. നാട്ടികയിൽ വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ 6 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് സ്വദേശി ചളിങ്ങാട്ട് വീട്ടിൽ രാം സരോജ്, അന്തിക്കാട് പുത്തൻപീടിക സ്വദേശി എടക്കളത്തൂർ വീട്ടിൽ ഷിനോ, കൊല്ലം സ്വദേശികളായ രാം സഹീർ, ശ്രീകുട്ടൻ, ഷൊർണൂർ സ്വദേശി ചെറുകുന്നത്ത് വീട്ടിൽ ഗോകുൽ, കയ്പമംഗലം സ്വദേശി ഐരൂർ കളരിക്കൽ വീട്ടിൽ സൂരജ് എന്നിവരെയാണ് വലപ്പാട് ബീച്ചിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും വാഹനത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ഇരുമ്പു പൈപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വടക്കാഞ്ചേരി KP കുന്ന് തട്ടത്തിലത്ത് വീട്ടിൽ ആയിഷയാണ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും സഹായം തേടുന്നത്. കിഡ്നിക്ക് മുകളിലായി രൂപപ്പെട്ട 2 മുഴകൾ നീക്കം ചെയ്യുവാൻ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ട ആയിഷയുടെ മകൻ സനിലിന്റെ തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. ഇതിനകം തന്നെ 6 ശസ്ത്രക്രിയ ആയിഷയ്ക്ക് നടത്തിക്കഴിഞ്ഞു. 8 വർഷം മുൻപാണ് ആയിഷയ്ക്ക് രോഗം പിടിപെടുന്നത്. തൊണ്ടയിൽ രൂപപ്പെട്ട മുഴ ഓട്ടുപാറയിൽ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തിരുന്നു. ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും RCCയിലും ചികിത്സ തേടിയിരുന്നു. നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ഗർഭാശയത്തിലും ശ്വാസകോശത്തിലും മുഴകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവയും ശസ്ത്രക്രിയയിലൂടെ എടുത്തുകളയണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഷുഗർ ഉൾപ്പെടെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ആയിഷയ്ക്ക് മരുന്നിനും ചികിത്സയ്ക്കുമായി മാസം 5000-ഓളം രൂപ ചിലവ് വരുന്നുണ്ട്. മുൻപ് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് കഠിനമായ ജോലികൾ എടുക്കാൻ കഴിയാത്തതിനാൽ ആയിഷയ്ക്ക് കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയില്ല. പരുത്തിപ്രയിലെ സന്നദ്ധ സംഘടന വഴി എല്ലാ മാസവും ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റ് കൊണ്ടാണ് കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകുന്നത്. SSLC പാസ്സായ 2ാമത്തെ മകൻ ഷാനിബ് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് പഠനം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ പണം സുമനസ്സുകളുടെ സഹായത്താൽ കണ്ടെത്താനാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എനിക്ക് 3 സർജറികൾ നടത്താണ്ട്. ഇത് ഫസ്റ്റിൽ നടത്തേണ്ടത് കിഡ്നിയുടെ മേലത്തെ മുഴകളാണ്. അതിൽ പോസിറ്റീവായിട്ടാണ് കാണാനുള്ളത്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ കഴിച്ച് കളയണം. പിന്നെ ശ്വാസകോശത്തിൻ്റെ അവിടെ മുഴയുണ്ട്, ഗർഭപാത്രത്തിൽ മുഴകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ്. പിന്നെ ഈ മരുന്നിൻ്റെ കാര്യങ്ങളും വീട് ആധാരം പണയത്തിലാണ്, അതിൽ ഉഴക്കലും എല്ലാം കൊണ്ട് എത്തണില്ല. ആയിഷയെയും കുടുംബത്തെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാനറ ബാങ്ക് മുളങ്ങുന്നത്തുകാവ് ശാഖയിൽ ആയിഷയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. ആയിഷ KH അക്കൗണ്ട് നമ്പർ 1102 1931 5172. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി CPM പാട്ടുരാക്കൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി പൂങ്കുന്നം സീതാറാം മില്ലയിൻ കുന്നത്ത് നിവാസികളും സഹോദരിമാരുമായ ആലിക്കൽ ഖദീജ, സുബൈദ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീടിന്റെ താക്കോൽ കൈമാറി. തുടർന്ന് നടന്ന ചടങ്ങ് KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ്, CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, സംഘാടക സമിതി കൺവീനർ P പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം മോതിരക്കണ്ണിയിൽ വീട് കത്തിനശിച്ചു. പ്ലാവിട മനോഹരന്റെ ഓടുവീടാണ് ഭാഗികമായി കത്തിയത്. ശനിയാഴ്ച രാത്രി 7:30-ക്കായിരുന്നു സംഭവം നടക്കുമ്പോൾ സമീപത്ത് സഹോദരിയുടെ വീട്ടിലായിരുന്നു. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഊരകം സെന്ററിൽ ബസ് ബൈക്ക് യാത്രക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചുകയറി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന അശ്വതി ബസ്സാണ് മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിൽ ബൈക്ക് യാത്രക്കാരുടെ മേൽ ഇടിച്ചുകയറിയത്. പരിക്കേറ്റവരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,320 രൂപ, പവന് 74,560 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വാളയാർ ചാവടിയിൽ ജ്വല്ലറി ഉടമയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. തൃശൂർ പാലക്കൽ സ്വദേശി ജോയ്സൺ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് സ്വർണം കവർന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവം. അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. DMOയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മ്ലാവിറച്ചി കഴിച്ചുവെന്ന് ആരോപിച്ച് അറസ്റ്റ്. പേരാമ്പ്ര സ്വദേശികൾ ജയിലിൽ കിടന്നത് 39 ദിവസം. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ശുചിമുറി സൗകര്യമില്ലാതെ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തം. മഴ കനത്തതോടെ ഗുരുവായൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവർട്ടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട്. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയിലക്കുന്ന് വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.